ഹായ് ഹലോ മൈത്തൂരും മുംബൈയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന പോയതിനു ശേഷവും വീണ്ടും ആ വീട്ടിൽ വലിയ വഴക്കാണ്. ഇടയ്ക്കെല്ലാം അലീനയെ പോയി ബാലചന്ദ്രൻ കാണുന്നതും രോഹിത്തിനെയൊക്കെ കൂട്ടി പോകുന്നതെല്ലാം ഒട്ടും വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നീടൊരിക്കൽ ബബിതയും അതുപോലെ കുളത്തുപുഴയിലേക്ക് പോയി. അതിന് മാത്രം എന്ത് ബന്ധമാ ഇവളുമായിട്ടുള്ളത്? അത് തകർക്കാനായിട്ട് വൈജയന്തി പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ട്. ഒടുവിൽ സഹിക്കാനാവാതെ വൈജയന്തി ആ വീട് വിട്ട് വാടക വീട്ടിലേക്ക് താമസം മാറുകയാണ്. ഇനി ഒരു തിരിച്ചു വരവില്ല, ഇനി ബാലചന്ദ്രനുള്ള ഈ വീട്ടിലേക്ക് ഞാൻ വരില്ല എന്ന് ശബ്ദമെടുത്തുകൊണ്ട് കുടുംബ കോടതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ കോടതിയിൽ വെച്ച് നാട്ടുകാരുടെയും മീഡിയയും എല്ലാത്തിനും മുമ്പിൽ വൈജിയുടെ യഥാർത്ഥ മുഖം വലിച്ചു കീറുമെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അതില്ലാതാക്കാൻ അലീനയും സ്റ്റാലിനും കുളത്തുപുഴയിൽ നിന്ന് പാലയിൽ വന്ന് ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കാണ്. ബാലചന്ദ്രൻ, ഇതൊന്നും നാട്ടുകാരുടെ മുമ്പിൽ പറയരുത്, നിങ്ങളുടെ മക്കൾക്ക് തന്നെയാണ് നാണക്കേട്. അലീനയുടെ സ്നേഹമായ സംസാരത്തിലൂടെ ബാലചന്ദ്രൻ്റെ മനസ്സ് മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുടുംബ കോടതിയിൽ പറയുന്നില്ല, എല്ലാ കൈതക്കൽ മാളിക വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങളെയും വിളിച്ചുകൂട്ടി ഒരു യോഗം നിശ്ചയിച്ച് അവിടെ വെച്ച് ഞാൻ എല്ലാം പറയും. തനിക്കുണ്ടായ അപമാനം, നഷ്ടം എല്ലാം ഞാൻ പറയും. ഞാൻ പറയുന്ന ആളുകളെല്ലാം വിളിച്ചു കൂട്ടണം. അങ്ങനെ അതിന് ഒരു ഒത്തുതീർപ്പായി. സ്വന്തക്കാർ മാത്രമാണല്ലോ സത്യങ്ങളൊക്കെ അറിയുന്നത്, നാട്ടുകാരും മീഡിയക്കാരും അറിയുന്നില്ലല്ലോ. ഒടുവിൽ ഗംഗാധര മേനോനും ശിവശങ്കര മേനോനും അത് വകവെച്ച് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ അവർ പറഞ്ഞ ദിവസം കുടുംബാംഗങ്ങളെല്ലാം കൈതക്കൽ മാളിക വീട്ടിൽ വന്നുകൂടി. ഇവിടെ വെച്ച് ബാലചന്ദ്രൻ ആ സത്യം വെളിപ്പെടുത്താണ്. ഈ നിൽക്കുന്ന വൈജയന്തി എൻ്റെ ഭാര്യയായിട്ട് 22 വർഷം കഴിഞ്ഞു. ഇന്നേവരെ അവളെന്നെ ഒരു ഭർത്താവായിട്ട് അംഗീകരിച്ചില്ല എന്നതാണ് സത്യം. പിന്നെ നിങ്ങൾക്കെങ്ങനെ 3 മക്കളുണ്ടായി എന്ന് ചോദിക്കുന്നവർക്ക് പോലും ഉത്തരം പറയാൻ ബാലചന്ദ്രൻ ആവില്ലായിരുന്നു. അതെ, ഒരു ഭാര്യയുടെ കടമകളെല്ലാം വൈജയന്തി ചെയ്തെങ്കിലും തന്നെ സ്നേഹിച്ചിട്ടില്ല. അവൾ എൻ്റെ ഇഷ്ടത്തിനാണ് ആ വിവാഹം നടന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നു ബാലചന്ദ്രൻ. 22 വർഷങ്ങൾ ശേഷമാണ് ഇവളുടെ ചതിയും ഇവളുടെ വഞ്ചന നിറഞ്ഞ ആ മുഖം മനസ്സിലാക്കുന്നത്. 22 വർഷം മുമ്പേ ഇവൾ ഒരാളെ പ്രണയിച്ചു. ആഗ്രയിൽ വെച്ച് ഒരു കുഞ്ഞിന് ഗർഭം ധരിച്ചു. ആരും അറിയാതെ നാട്ടിലെത്തിച്ച് ഇവരെ പ്രസവം നടത്തി. എന്നിട്ട് ഒന്നും അറിയാത്തവരെ പോലെ ഇവളെ എൻ്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചു. ഇവളെൻ്റെ ഭാര്യയാക്കി. ആദ്യ ദിവസം തന്നെ ഇവൾ എന്നോട് പറഞ്ഞത് ആ വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നെന്ന്. ഇവളുടെ ചതിയും വഞ്ചനയും ഇതാണ്. കൈതക്കൽ മാളിക വീട്ടുകാരുടെ അന്തസ്സും അഭിമാനവും അതാണോ? വൈജയന്തി ഇതെല്ലാം കേട്ട് നെട്ടിത്തെറിച്ച് നിൽക്കാണ്. പിന്നീട് ഒരു നിമിഷം പോലും വൈജയന്തി അവിടെ നിന്നില്ല. ബാലചന്ദ്രൻ എല്ലാം മനസ്സിലാക്കി കയറുന്നു. എന്നാൽ ബാലചന്ദ്രൻ ഒരു കാര്യം കൂടെ വൈജയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. വൈജയ്, നിന്നോട് എനിക്ക് ഇത്തിരി സിമ്പതി ഉള്ളതുകൊണ്ട് പറയാ. അന്ന് നീ പ്രസവിച്ചു മരിച്ചുപോയെന്ന് നിന്റെ വീട്ടുകാർ പറഞ്ഞ ആ പെൺകുട്ടി നീ മരിച്ചിട്ടില്ല, അവൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. വൈജയ്ക്ക് തൻ്റെ കാതുകളിൽ വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. ഭൂമി പുലർന്ന് താഴേക്ക് പോയിരുന്നെങ്കിലെന്ന് വരെ അവൾ ആഗ്രഹിച്ചു. കാറിൻ്റെ കീയുമെടുത്ത് എങ്ങോട്ടുന്നില്ലാതെ വൈജയന്തി പായുമ്പോൾ എല്ലാവരും ആകെ ഭയത്തോടെ നോക്കുക. വൈജയന്തി ദേഷ്യത്തിനും വാശിത്തിലും എന്തെങ്കിലും ചെയ്തു പോയാലോ എന്ന ഭയമായിരുന്നു. എന്നാൽ വൈജയന്തിയുടെ പിന്തുടരാൻ ആർക്കും കഴിഞ്ഞില്ല. വൈജയന്തി നേരെ പോയത് കുളത്തുപുഴയിലുള്ള സ്റ്റാലിൻ ജോസഫിൻ്റെ ബംഗ്ലാവിലേക്കായിരുന്നു. ഒരേ ഒരു ചോദ്യം, നമ്മുടെ മകളാണോ അലീന എന്നൊരു ചോദ്യം മാത്രമേ വൈജയ്ക്ക് ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. മണിക്കൂറോളം അവൾ അതിന് സ്തംഭിതയായി നിന്നുപോയി. സ്റ്റാലിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ സ്റ്റാലിൻ പറയുന്നുണ്ട്, അതെ, അലീന നമ്മുടെ മകളാണ്. 22 വർഷം മുമ്പ് നീ പ്രസവിച്ച നിന്റെ വീട്ടുകാരെല്ലാവരും അനാഥയത്തിലാക്കിയത് അവളെയാണ്. അങ്ങനെ വൈജയ്ക്ക് സകലബോധം നഷ്ടപ്പെടുന്ന പോലെ തോന്നി. വൈജ എങ്ങനെയൊക്കെയോ കാറിൽ കയറി തിരികെ പോയി. ആ സമയം അലീന സങ്കടത്തോടെ അച്ഛനോട് പറയുന്നുണ്ട്, ഞാൻ മകളാണെന്ന് അറിഞ്ഞിട്ടും എൻ്റെ അടുത്ത് പോലും വന്നില്ലല്ലോ അമ്മ എന്ന് പറഞ്ഞ് സങ്കടം പറയാണ്. ആ സമയം തന്നെ സ്റ്റാലിൻ അവൾ ആശ്വസിക്കുന്നുണ്ട്. അവൾക്ക് നിന്റെ മുമ്പിൽ വരാൻ മടിയുണ്ടാവും. ഒരുപാട് ചവിട്ടി തേച്ചതല്ലേ നിന്റെ പേര് പറഞ്ഞ് എന്തെല്ലാം അവൾ കാണിച്ചു കൂട്ടി. അതിൻ്റെ നാണക്കേടും മടിയും അവൾക്കുണ്ടാവും. നീ വിഷമിക്കേണ്ട, നിന്നെ കാണാൻ നിന്റെ അമ്മ വരും എന്ന് പറഞ്ഞവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാൽ വൈജയന്തി ഏറെ വൈകിട്ടും തിരികെ വരുന്നില്ല. കുട്ടികളെല്ലാവരും ഭയത്തോടെ നിൽക്കുക. ആ ദേഷ്യത്തിലും അപമാനത്തിലും അവൾ എന്തും ചെയ്യും. ഗംഗാധരമേനോൻ ശിവശങ്കരമേനോട് പറയുന്നുണ്ട്. പലയിടങ്ങളിലേക്കായിട്ട് അവൾ ഫോൺ വിളിക്കാണ്. അങ്ങനെ ഇരിക്കുകയാണ് ശാസ്ത്രമംഗലത്തിൽ നിന്ന് ഒരു കോള് വരുന്നത്. വൈജയന്തി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് ബഹളം വെച്ച് ഞങ്ങളാരും അവളെ പറഞ്ഞു വിട്ടില്ല. എന്നാൽ വൈജയന്തി നേരെ പോകുന്നത് ഒരു ആശ്രമത്തിലേക്കാണ്. തനിക്ക് മനസ്സിന് ശാന്തി വേണം. താൻ കേട്ടതും കണ്ടതെല്ലാം സത്യമായിരുന്നില്ല. തൻ്റെ കൂടെയുള്ളവരെല്ലാം വഞ്ചകരായിരുന്നു. തന്നെ ചതിച്ചു. താൻ എന്തിന് ജീവിക്കണം? അങ്ങനെ ഒരു ആശ്രമത്തിൽ ചെന്ന് പെടുന്നുണ്ട്. അവിടുത്തെ ഒരു സന്യാസിനിയായി
വൈജയന്തി കഴിഞ്ഞുകൂടാണ്. മക്കളെല്ലാവരും പോയി വിളിച്ചിട്ടും വൈജയന്തി വരാൻ കൂട്ടാക്കിയില്ല. ആദ്യം ശിവശങ്കര മേനോനും അതുപോലെ ഗംഗാധര മേനോനും പോയി വിളിച്ചെങ്കിലും അവൾ വരാൻ കൂട്ടാക്കിയില്ല. ഇനി 4 മക്കളും കൂടെ പോവാം. അലീന നേതൃത്വം വഹിച്ചു. 4 മക്കളെയും കൂട്ടി വൈജയന്തി കാണാൻ പോയെങ്കിലും വൈജയന്തി താൻ വരില്ലെന്ന നിലപാടിൽ തുടർന്നു. അലീനയും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും തൻ്റെ മക്കളെ പോലും കാണണ്ടെന്ന് അവൾ അവിടുത്തെ ഗുരുവിനോട് വാശി പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ നിരാശയോടെ വന്നു. അമ്മയ്ക്ക് തോന്നുമ്പോൾ അമ്മ തിരിച്ചു വരട്ടെ. ഈ സമയം ബാലചന്ദ്രന് അറ്റാക്ക് വന്ന് ബാലചന്ദ്രന് ഹോസ്പിറ്റൽ വീണ്ടും അഡ്മിറ്റായി. അയാളെ തന്നെ നോക്കിക്കൊണ്ട് പരിചരിച്ചും അലീന അവിടെ കൂടെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു. അപ്പോഴും അയാളെ കെയർ ചെയ്യാനും അയാളുടെ കൂടെ നിൽക്കാനും അലീന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം വൈജയന്തി ആശ്രമത്തിൽ നിന്ന് വീട്ടിലേക്ക് വന്നു. അവൾ വന്നു തന്നെ എല്ലാവർക്കും സർപ്രൈസ് ആയിരുന്നു കേട്ടോ. വൈജയന്തി വന്ന വിവരം ബബിത എല്ലാവരെയും വിളിച്ചറിയിക്കുന്നുണ്ട്. അങ്ങനെ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെയുള്ള വരവായിരുന്നു. ബാലചന്ദ്രൻ്റെ മുഖത്ത് പോലും നോക്കാൻ വയ്യ. രാത്രി ബാലചന്ദ്രൻ ഉറങ്ങുന്ന സമയത്ത് വൈജയന്തി ആ റൂമിലേക്ക് വരുന്നുണ്ട്. വൈജയന്തിയെ വന്നെന്ന് മനസ്സിലാക്കിയ ബാലചന്ദ്രൻ കണ്ണുകൾ അടിച്ച് കിടക്കുക. അയാൾ എപ്പോഴോ മയങ്ങിപ്പോയി. ആ സമയത്താണ് അയാളുടെ കണ്ണിൽ ചൂട് കണ്ണീർ ഒഴുകുന്ന ഒരു ഫീലിംഗ് അയാൾക്ക് തോന്നുന്നുണ്ട്. ആരോ കരഞ്ഞ് മാപ്പ് അപേക്ഷിക്കാണ്. വൈജയന്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാൽ പിടിച്ച് മാപ്പ് പറയുന്നത്. 22 വർഷം ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല, എന്നോട് മാപ്പ്. ഒന്നും മിണ്ടാതെ ബാലചന്ദ്രൻ കണ്ണുകളടച്ച് കിടന്നു. വൈജയന്തി പിറ്റേന്ന് എവിടേക്കോ യാത്രക്കുള്ള ഒരുക്കമാണ്. എവിടേക്കാണ് അമ്മ പോകുന്നത്, എന്തിനാ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് സ്നേഹനികേതനത്തിൽ പോവണം. അലീനയും രേവതിക്കുട്ടിയും കൂടെ സ്നേഹനികേതനം നടത്തുന്നുണ്ടാവും. എന്നാൽ ബാലചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. നിന്റെ ഇഷ്ടം പോലെ ഒക്കെ ആവട്ടെ എന്ന് തന്നെയായിരുന്നു ബാലചന്ദ്രൻ്റെയും ഒരു മൗന അനുവാദം. അങ്ങനെ ബാലചന്ദ്രൻ അങ്ങ് ഓഫീസിലേക്ക് പോയ സമയത്ത് വൈജയന്തി ബാലചന്ദ്രനായിട്ട് ഒരു ലെറ്റർ എഴുതിക്കൊണ്ട് ആ റൂമിൽ വെക്കാനായിട്ട് പോകുന്ന സമയത്താണ് അവിടെ മേശപ്പുറത്ത് ഒരു ഡയറി ഇരിക്കുന്നത്. ഒരുപാട് കാലങ്ങൾ പഴക്കമുള്ള ആ ഡയറി കണ്ട വൈജയന്തി അതെടുത്ത് നോക്കുന്നുണ്ട്. മെല്ലെ അതിൻ്റെ താളുകൾ മറിക്കാണ്. ചെറുപ്പത്തിൽ വൈജയുടെ ഫോട്ടോകളായിരുന്നു ഏകയും അവൾ പോലും അറിയാതെ അത്രയും ചെറുപ്പത്തോട്ടുള്ള ഫോട്ടോകളെല്ലാം അതിലെല്ലാം ബാലചന്ദ്രൻ്റെ കൈപ്പടമുണ്ട്. ബാലചന്ദ്രൻ തന്നെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന് ആ സമയത്താണ് വൈജയ്ക്ക് മനസ്സിലാവുന്നത്. ഓരോ താളിലും ഹൃദയം മുറിങ്ങുന്ന വേദനയുള്ള വാക്കുകൾ. വൈജയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അദ്ദേഹമെന്ന് അവൾക്ക് മനസ്സിലായി. ഈ സ്നേഹം ഞാൻ അറിയിക്കുന്നു പോലുമില്ല. 22 വർഷം ആയിട്ടും ഞാൻ ആ സ്നേഹം മനസ്സിലാക്കിയില്ലല്ലോ എന്നോർത്ത് ഇങ്ങനെ വിങ്ങിക്കരയാണ്. ഓരോ താളും മറിക്കും തോറും ഹൃദയം പൊട്ടുന്ന പോലെ തോന്നുന്നുണ്ട് വൈജയന്തിക്ക്. അങ്ങനെ വൈജയന്തി അതിലെ ലാസ്റ്റ് പേജ് എടുത്തപ്പോൾ കണ്ണീരോടെ ബാലചന്ദ്രൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു പ്രതിമ പോലെ സൂക്ഷിച്ചവൾ ഒരു ചില്ല് പാത്രം പോലെ വീണുടഞ്ഞു എൻ്റെ മനസ്സിൽ. അവിടെ ശൂന്യതയില്ല. ഞാൻ അവളോട് ക്ഷമിക്കുമായിരുന്നു. ഈ 22 വർഷം അവൾ എൻ്റെ നല്ല ഭാര്യയായി. എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരിക്കൽ പോലും അവൾ എന്നെ സ്നേഹിച്ചിട്ടില്ല. ഞാൻ മാത്രമേ അവളെ സ്നേഹിച്ചിട്ടുള്ളൂ. എന്നാലും ഞാൻ ക്ഷമിക്കും. എന്നോട് ക്ഷമിക്കു ബാലേട്ടാ, ഞാനുണ്ടാവും ഇനിയുള്ള കാലം സ്നേഹത്തോടെ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അവളോട് മാപ്പ് കൊടുക്കാൻ പറ്റിയിരുന്നു. അവളല്ലെങ്കിലും വെറുക്കാനോ ഉപേക്ഷിക്കാനോ എനിക്കാവില്ല. അതിനുള്ള മനസ്സൊന്നും അവൾക്കില്ല. അവളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. ഇപ്പോഴും എനിക്ക് ഒരിറ്റ സ്നേഹം തിരിച്ചു കിട്ടിയില്ലല്ലോ എന്നൊരു വേദന മാത്രമേ ഉള്ളൂ. അവൾ ഒന്നല്ല, എത്ര കുട്ടികളെ പ്രസവിച്ചാലും അവളെ ഞാൻ ഉപേക്ഷിക്കാനില്ലായിരുന്നു. അവളെ അത്രമാത്രം നെഞ്ചിലേറ്റി സ്നേഹിച്ചതാണ്. ഒരു തെറ്റ് പറ്റിയതിൻ്റെ പേരിൽ അവളെ ഞാൻ ഒരിക്കലും ക്രൂശിക്കില്ല. പക്ഷേ അവൾ എന്നെ സ്നേഹിക്കാൻ തയ്യാറാവണം. ഈ 22 വർഷം കഴിഞ്ഞിട്ട് ഇനി എന്ത് ജീവിതമെന്ന് ഓർക്കുന്നുണ്ടാവും എല്ലാവരും. പക്ഷേ ഈ ബാലചന്ദ്രന് ഒരു ദിവസമെങ്കിലും മനസ്സറിഞ്ഞ് വൈജ തന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അതുമാത്രം മതി എൻ്റെ ആയുസ് നീട്ടിക്കിട്ടാൻ. അത് വായിച്ചതും അതിങ്ങനെ പൊത്തിപ്പിടിച്ച് പൊട്ടിക്കരയാണ് വൈജയന്തി. ആ ഡയറിയും താൻ കൊണ്ടുവന്നു വെച്ച ആ ലെറ്ററും അവിടെ നിന്ന് എടുത്തുകൊണ്ടാണ് വൈജയന്തി സ്നേഹനികേതനത്തിലേക്ക് പോകുന്നത്. വൈജയന്തി ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്ന കാണുമ്പോൾ രേവതിക്കുട്ടി അകത്തേക്ക് ഓടുന്നുണ്ട്. ദേ വൈജയന്തി അമ്മ വന്നിട്ടുണ്ട്. ഓതിക്കുട്ടി ചേട്ടനോട് പറയുന്നത് അലീന ആ സമയത്ത് സാധനങ്ങൾ വാങ്ങാനായിട്ട് മാർക്കറ്റിൽ പോയതായിരിക്കും. അങ്ങനെ അവിടേക്ക് വന്ന വൈജയന്തിയെ സ്വീകരിക്കുന്നുണ്ട്. അവിടെ എല്ലാം നോക്കുന്നുണ്ട്. ഇവിടെ പുറമെ കണ്ട ശാന്തതയൊന്നും അകത്തില്ലെന്ന് വൈജയന്തി മനസ്സിലാക്കാണ്. ഒരുപാട് രോഗികൾ, അനാഥയായ കുട്ടികൾ, അങ്ങനെ പലരും. അങ്ങനെ വൈജയന്തി അവിടെ ഉണ്ടാവും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സ്റ്റാലിനും അലീനയും അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അലീനക്ക് തൻ്റെ അമ്മ വന്നെന്നറിയുമ്പോൾ വല്ലാതെ സന്തോഷം സങ്കടം ഒരുമിച്ച് വരുന്നുണ്ട്. പപ്പ എന്ന് വിളിച്ച് സ്റ്റാലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നിനക്ക് സന്തോഷമായില്ലേ പപ്പ? എനിക്ക് അമ്മ ഇവിടെ വന്നെന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. ഇനി മോള് വിഷമിക്കേണ്ട.
ആ സമയത്ത് വൈജയന്തി പുറത്ത് നിൽക്കുമ്പോഴാണ് സ്റ്റാലിൻ അവളോട് സംസാരിക്കുന്നത്. സ്റ്റാലിൻ ലാലിച്ചൻ എന്നോട് ക്ഷമിക്കണം. കുറേ കാലം മനസ്സിൽ വെറുപ്പും ദേഷ്യവും മാത്രമായിരുന്നു. എന്നെ ഉപേക്ഷിച്ച് പോയയാൾ. പിന്നീട് ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് 22 വർഷം ഞാൻ ഇയാളെ ശപിക്കുകയും ദേഷ്യത്തോടെ ഓർത്തിട്ടുള്ളൂ. സത്യം എനിക്കറിയില്ലായിരുന്നു. എന്നെ ഒറ്റയ്ക്കിട്ട് പോയി മറ്റൊരു പെണ്ണിൻ്റെ വിവാഹം കഴിച്ചവൻ എന്നായിരുന്നു എൻ്റെ മനസ്സിലെ തെറ്റിദ്ധാരണ. എല്ലാം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അതെല്ലാം കഴിഞ്ഞു പോയതല്ലേ വൈജയെ. ഒരിക്കലും അതൊന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. പഴയ വൈജയും ലാലിച്ചനാവാൻ നമുക്കാവുമോ? ഇല്ല. അതെല്ലാം എല്ലാവരും തകർത്തെറിഞ്ഞു. നമ്മുടെ വിധി അതായിരുന്നെന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം. അങ്ങനെ അന്ന് രാത്രി അമ്മയും മകളും കിടക്കുമ്പോൾ അന്ന് ആദ്യമായി അലീനയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് വൈജയന്തി. തൻ്റെ മോൾക്ക് ഇത്രയും കാലം നഷ്ടപ്പെടുത്തിയ ആ സ്നേഹം ഒരുമിച്ച് ആ അമ്മ നൽകുകയായിരുന്നു. അലീന ആ നെഞ്ചിലേക്ക് വീണ് അലമുറയിട്ട് കരയുന്നുണ്ടായിരുന്നു. രാത്രിയുടെ തേങ്ങലിൽ ആരും തന്നെ അത് കേട്ടില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു പോയി. അപ്പോഴാണ് മനുവിൻ്റെ ഒരു കോള് അലീനയ്ക്ക് വരുന്നത്. എത്രയും പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലിൽ എത്തണം. അലീന ആ വിളി കേട്ടപ്പോൾ തന്നെ വല്ലാതെ ഭയന്നു. എന്താണ് സംഭവിച്ചതെന്ന്. അങ്കിളിന് ഒരു അറ്റാക്കും കൂടെ വന്നു. ആരും കണ്ടില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും ഒരുപാട് വൈകി. അലീനയ്ക്ക് അപ്പം തന്നെ അപകട സൂചന മുഴങ്ങിയിരുന്നു. ആ സമയത്തിന് ബാലചന്ദ്രൻ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അവളെ കണ്ടതും രോഹിത് ഓടി വന്ന് ഉറക്കിക്കര ചേച്ചി, അലീന ചേച്ചി, അച്ഛൻ പോയി എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. എല്ലാവരും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുഃഖം കൊണ്ടു. സ്റ്റാലിൻ ജോസഫ് അദ്ദേഹത്തെ മുഖത്തേക്ക് നോക്കി മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. വൈജയുടെ ഭർത്താവെന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യം തോന്നി. എനിക്ക് കിട്ടാത്തതെല്ലാം നേടിയെടുത്തല്ലോ അയാളെന്ന തോന്നലായിരുന്നു. പക്ഷേ ഇപ്പോൾ ബാലചന്ദ്രൻ്റെ അവസ്ഥ കണ്ട് അദ്ദേഹത്തെ തന്നെ കരച്ചിലടക്കാൻ പാടുപെട്ടു. ഒരു തോൽവിയായ മനുഷ്യൻ തൻ്റെ മകളെ ആ മനുഷ്യൻ കാരനാണ് തനിക്ക് തിരികെ ലഭിച്ചതെന്നൊക്കെ ഓർത്ത് സ്റ്റാലിൻ അയാളെ മുഖത്തേക്ക് 2 മിനിറ്റ് നോക്കി നിന്ന് അവിടുന്ന് പോയി. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അലീന അവിടുന്ന് നേരെ പിന്നെ സ്നേഹനികേതനത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചത്. ബാലചന്ദ്രൻ്റെ ഓർമ്മകൾ അവൾക്കതിന് സഹിക്കാൻ പറ്റതിലപ്പുറമായിരുന്നു. ഒരച്ഛൻ്റെ സ്നേഹം മുഴുവൻ നൽകി അവളെ ഈ ഒരു നിലയിലെത്തിച്ചതും സ്വന്തം പപ്പയെ കാണിച്ചു കൊടുത്തതും ആ മനുഷ്യനായിരുന്നു. അതിൻ്റെ ഇതെല്ലാം ഒരു നന്ദിയും കടപ്പാടും അലീനയ്ക്കുണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് സ്റ്റോറിയാണ് കേട്ടോ ഇത്. അതിനുശേഷം സ്നേഹനികേതന് നോക്കി നടത്തുന്നുണ്ട് വൈജയന്തി. മനുവുമായിട്ടുള്ള വിവാഹത്തിന് ആദ്യം ഗംഗാധര മേനോനും ശിവശങ്കർ മേനോടും സമ്മതം ചോദിക്കാനായിട്ട് വൈജയന്തി ആ വീട്ടിലേക്ക് വരുമ്പോൾ കമല തീർത്തും എതിർത്ത് പറയുന്നുണ്ട്. അങ്ങനെയാണ് അലീനയും മനുവും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം നടത്താമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ രജിസ്റ്റർ മാരേജ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു വിവാഹം കേട്ടോ പിന്നീട് നടന്നത്. അങ്ങനെ ആഗ്രയിലേക്ക് 2 പേരും കൂടെ പോകുന്നതും ഒക്കെയാണ്. അമ്മയും അച്ഛനും പ്രണയിച്ച് നടന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നതൊക്കെയാണ് പിന്നീട് കാണിക്കുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സ് അലീനയും മനുവും കൂടെ അവിടെ ഒരു ഹോട്ട് റൂമിൽ ഹണിമൂൺ ആഘോഷിക്കുന്ന ആ ഒരു സീന് കാണിച്ചുകൊണ്ടാട്ടോ ക്ലൈമാക്സ് ആവുന്നത്. അപ്പോഴേക്കും നമ്മളെ വൈജയന്തി ഇവിടെ നാട്ടിലിങ്ങനെ സ്നേഹനികേതൻ നോക്കി നടത്തായിരിക്കും. അപ്പോൾ അമ്മത്തോട്ടിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ ആരോ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും. ആ കുഞ്ഞിനെയും മാറോട് ചേർത്ത് ഇത് വൈജയന്തിയാണെന്ന് വൈജയന്തിക്ക് തോന്നുകയാണ്. 23 വർഷങ്ങൾക്ക് മുമ്പുള്ള വൈജയന്തിയാണെന്നും അത് തൻ്റെ കുഞ്ഞാണെന്നും ഒരു നിമിഷം വൈജയ്ക്ക് തോന്നുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാട്ടോ ഈ ഒരു ക്ലൈമാക്സ് സംഭവിക്കുന്നത്.